ഈ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളും കേരളത്തെ അംഗീകരിക്കുമ്പോൾ അത്തരം സംഭവങ്ങൾ വാർത്തയാക്കാതെ ഇത്തരം കാര്യങ്ങൾ മാത്രം വാർത്തയാക്കുന്ന പിന്നിലും ഒരുപക്ഷെ സംസ്ഥാന ആരോഗ്യ വകുപ്പിനെ ഇടിച്ചു കാണിക്കുന്ന ലക്ഷ്യം കൂടിയാണ്. അല്ല, ഈ സമീപകാലത്തുള്ള ചില വിഷയങ്ങൾ നമുക്ക് അങ്ങനെ കാണേണ്ടതായിട്ട് വരും. ചില പ്രശ്നങ്ങളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ സർക്കാർ ആശുപത്രികളെ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതുണ്ട്, ഇപ്പോൾ 2021 2.25 ലക്ഷം ആളുകൾ, 2024 6.25 ലക്ഷം ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു എന്നുള്ള അത്രയും ഗണ്യമായ വർധന, 3 ഇരട്ടിയിലധികം വർധനമാണ് സൗജന്യ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെയാണ് 1600 കോടി രൂപ ഓരോ വർഷവും നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാകും. നമ്മൾ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കണക്ക് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഫ്രീ ട്രീറ്റ്മെന്റ് നൽകുന്ന ഒരു മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. കാരണം കേന്ദ്രം ഒരു വർഷത്ത് നമുക്ക് നൽകേണ്ട തുക ഒരു വർഷം 1 രൂപ പോലും തന്നിട്ടില്ല 2023-24. അതിനുശേഷം ആ കേന്ദ്രം നൽകുന്ന തുകയിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായി ഈ ഇത്തരത്തിലുള്ള, കാരണം ആളുകളുടെ എണ്ണം കൂടുന്നു, സൗജന്യ ട്രീറ്റ്മെന്റ് കൂടുന്നു, അതിനനുസരിച്ചിട്ടുള്ള ധനവിഹിതങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ പിന്തുണ ആ നിലയിൽ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സംസ്ഥാനം അത് ലഭിച്ചില്ലെങ്കിൽ പോലും അത് മറികടക്കുന്നതിനാണ് സംസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ വിഷയം അത് ഈ സൗജന്യ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വിവിധ സ്കീമുകളിൽ പെടുന്നവർക്ക് മരുന്ന് ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഈ വിഷയം, അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് സർക്കാരിന്റെ കാരുണ്യ ഫാർമസി വഴി ഈ മരുന്നുകൾ അവിടെ നൽകുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെയോടുകൂടി അവിടെ മരുന്നുകൾ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ആ നിലയിൽ പരിഹാരം ഉണ്ടാക്കുന്നതിനും നിരന്തരമായൊരു മോണിറ്ററിംഗ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തണമെന്നുള്ളതും കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം 1 രൂപ പോലും തരുന്നില്ല, 800 കോടി പെൻഡിംഗ് വരുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലൊക്കെ പ്രതിപക്ഷവും മാധ്യമങ്ങളൊക്കെ ഇടപെടുന്നത്. സാധാരണക്കാരെ ചികിത്സ തരുന്ന കേന്ദ്രം കൂടിയാണ് ഈ സർക്കാർ ആശുപത്രി. ഇത്രയും പണം കേന്ദ്രം നൽകാതിരിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഒരുമിച്ച് ആവശ്യം ഉന്നയിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും എംപിമാരുടെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. കാരണം ആരോഗ്യ വകുപ്പിന് ഇത്രയും കോടി രൂപ നൽകാനുണ്ട് കേന്ദ്രം എന്നുള്ള വിഷയം ഈ അടുത്തിടെ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് നടന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എംപിമാരുടെ യോഗത്തിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. 800ഓളം കോടി രൂപ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് ലഭിക്കാനുണ്ട്. പക്ഷേ ആ 2023-24 സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാതിരുന്നതിലുണ്ടായ പ്രശ്നം, അത് ആളുകൾ അറിയാതെ, ജീവനക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാതെ ആളുകൾക്കറിയാം. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിലൊക്കെ നമുക്ക് കാലതാമസം നേരിട്ടു ആ വർഷം. അപ്പോൾ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ ശ്രമിച്ചത്. ആ രൂപ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. കാരണം കേന്ദ്രം കമ്മിറ്റഡ് ആണ് ഇത്രയും നൽകണം എന്നുള്ളത്. അതിന് തത്തുല്യമായിട്ടുള്ള തുകയാണ് ആനുപാതികമായിട്ട് സംസ്ഥാനം വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം, ഇൻഷുറൻസിൽ 60% തുക കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ്. ഇപ്പോൾ 10% പോലും നൽകുന്നില്ല. 1600 കോടി രൂപ സംസ്ഥാനം നൽകുമ്പോൾ 150 കോടി രൂപയാണ് കേന്ദ്രം നൽകുന്നത്. അപ്പോൾ ആ തുക തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. 2, നമുക്ക് ലഭിക്കാനുള്ള ഈ പറഞ്ഞ കുടിശ്ശിക 800 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, അത് വലിയ തുകയാണ്. അത് നൽകാനുണ്ട്. അത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാസ്പിലൂടെ ഈ വർഷം, സാമ്പത്തിക വർഷം, സംസ്ഥാന ബജറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പൂർണ്ണമായ തുക ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി അഡീഷണൽ അലോട്ട്മെന്റ് എന്തുകൊണ്ടാണ് വരുന്നത്? സൗജന്യ ട്രീറ്റ്മെന്റ് തേടുന്നവരുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് അഡീഷണൽ അലോട്ട്മെന്റ് വഴി ധനവകുപ്പിലേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട്. അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ധനവകുപ്പ് ആവശ്യമായിട്ടുള്ള നടപടികൾ അതിലും സ്വീകരിക്കും. ഇപ്പോൾ ഈ ഒരു മാസം 20 കോടി രൂപ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൊടുത്തിരുന്നു. ഏതായാലും ഈ പ്രാദേശികമായിട്ടുള്ള മരുന്ന് പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ വിഷയമുണ്ടായിട്ടുള്ളത്. ആ മരുന്ന് പ്രൊക്യൂർമെന്റ് ഞാൻ പറഞ്ഞതുപോലെ സൗജന്യ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ പ്രാദേശികമായിട്ട് കോഴിക്കോട് ഇടപെട്ടുകൊണ്ട് കാരുണ്യ വഴി മെഡിസിൻസ് അവൈലബിൾ ആക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് സാധിക്കും. മറ്റ് കാര്യങ്ങൾ സർക്കാർ ആവശ്യമായിട്ടുള്ള ഇന്നലെ തന്നെ അവിടെ മെഡിസിൻസ് എത്തിയിട്ടുണ്ടാകും. അത് കുറേ ദിവസങ്ങളിൽ ഇന്നലെ തന്നെ എത്തും എന്നുള്ളതാണ് KMCL MD പറഞ്ഞത്. ആ നിലയിൽ ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ തന്നെ അതിൽ സർക്കാർ ഇടപെട്ടു. അവിടെ മെഡിക്കൽ കോളേജിനോട് ഈ മരുന്ന് കമ്പനികളുമായിട്ട്, അവർ വാങ്ങിക്കുന്ന മരുന്ന് കമ്പനികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇതുകൂടാതെ ഇന്നലെയുടെ തലേന്ന് ഞാൻ പല മീറ്റിങ്ങുകൾ എടുത്തു. ഇന്നലെയുടെ തലേന്ന് ആണ് അവസാന മീറ്റിംഗ് എടുത്തത്. അതിലുണ്ടായ ഫൈനൽ ഡിസിഷന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയോടുകൂടി ഇവിടെ മരുന്ന് എത്തിക്കും എന്നുള്ളതാണ് KMCL MD അറിയിച്ചത്. അത് കാരുണ്യ ഫാർമസികളിൽ എത്തിക്കും. ആ കാരുണ്യ ഫാർമസിയിൽ നിന്ന് മെഡിക്കൽ കോളേജിന് വാങ്ങിക്കാവുന്നതാണ്.
മാഡം, ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു നവജാത ശിശുവിന്റെ കാലിൽ 25 ദിവസം ഒരു സൂചി തറച്ചിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വിശദമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്.